ഈ വീഡിയോ ചെയ്യരുത് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കഥ എല്ലാവരും അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്കായി പറയുന്നത്. ഈ സ്റ്റോറി കേട്ട ശേഷം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കില്ല. ഞാൻ ഇതുവരെയും പറഞ്ഞ എല്ലാ കഥകളിലും ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന ഒരു പക്ഷേ ഇതായിരിക്കും. ഇതൊരു പെൺകുട്ടി ഷെയർ ചെയ്ത യഥാർത്ഥ ഹൊറർ അനുഭവമാണ്. അതും സംഭവിച്ചത് ഹൈദരാബാദിലായിരുന്നു. കൂടാതെ ഓരോ വീടിനും ഓരോ കഥയുണ്ട്. അത്തരത്തിലുള്ള ഹോണ്ടഡ് സ്റ്റോറികൾ നമ്മയെല്ലാം പേടിപ്പിക്കാറുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പേരുകൾ മാറ്റിയാണ് പറയുന്നത്. കാരണം അവരുടെ പ്രൈവസിയും സുരക്ഷയും കാത്തു സൂക്ഷിക്കണം. അപ്പോൾ പെൺകുട്ടിയുടെ പേര് അനിത. അനിത വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. കേരളം, പൂനെ, മുംബൈ, ചെന്നൈ ഇങ്ങനെ നിരവധി നഗരങ്ങളിൽ അവൾ ജോലി ചെയ്തിരുന്നു. ഫാഷൻ ഡിസൈനിങ് ജോലിയാണ് ചെയ്തത്. അങ്ങനെ സ്ഥലം മാറി മാറി അവൾ ഒടുവിൽ ഹൈദരാബാദിലേക്ക് എത്തി. ഇതിനു മുൻപെല്ലാം അവൾ PGകളിലും ഗേൾസ് ഹോസ്റ്റലിലുമായിരുന്നു താമസം. പക്ഷേ കുറച്ച് ചിലവിൽ കിട്ടുമെന്ന കാരണത്താൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചു. അവൾ എടുത്ത ആ അപ്പാർട്ട്മെന്റ് വളരെ പഴയതായിരുന്നു. പക്ഷെ വാടക കുറവായതുകൊണ്ട് ഒന്നും അധികം ചിന്തിക്കാതെ അവൾ അത് എടുത്തു. ആ പെൺകുട്ടി പറഞ്ഞത് അപ്പാർട്ട്മെന്റിന്റെ പേരും തൻ്റെ യഥാർത്ഥ പേരും വെളിപ്പെടുത്തരുത് എന്നായിരുന്നു. കാരണം അവൾക്ക് സ്വന്തം പ്രൈവസി പ്രധാനമായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ വളരെ കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് കുടുംബം മാത്രം. അവളുടേത് ഫ്ലാറ്റ് നമ്പർ 104. ആദ്യ ദിവസം അവൾ അപ്പാർട്ട്മെന്റിൽ കയറി. തൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ തൊട്ടു മുൻപിലെ 103-ാം ഫ്ലാറ്റ് വാതിലിന് മുന്നിൽ ഒരു വെള്ളം നിറച്ച പാത്രം വച്ചിരിക്കുന്നത് കണ്ടു. മുഴുവൻ അപ്പാർട്ട്മെന്റും ഏകദേശം ശൂന്യമാണെങ്കിലും എൻ്റെ ഫ്ലാറ്റിന് മുന്നിലെങ്കിലും ഒരു കുടുംബമല്ലോ എന്ന് ചിന്തിച്ച് അവൾക്ക് ചെറിയൊരു സന്തോഷം തോന്നി. അങ്ങനെ പുതിയ ഫ്ലാറ്റിൽ താമസം തുടങ്ങി. ഒരാഴ്ചയായി. ഒരു ദിവസം അവൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചായയിലിടാൻ ഇഞ്ചിയില്ല എന്ന് മനസ്സിലായി. ഇപ്പം അവൾ ചിന്തിച്ചു, ഇതൊരു നല്ല അവസരമല്ലേ, മുൻപിലെ വീട്ടുകാരുമായി പരിചയം തുടങ്ങാം. അങ്ങനെ കരുതി അവൾ ആ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് വന്ന് നേരെ മുന്നിലെ 103-ാം ഫ്ലാറ്റിന്റെ വാതിൽ തട്ടാൻ തുടങ്ങി. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, അങ്ങനെ 5 മിനിറ്റ് വരെയും അവൾ ആ ഡോർ തട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ആരും പ്രതികരിച്ചില്ല. എന്നാൽ അവൾക്ക് വ്യക്തമായി തോന്നി വീടിനുള്ളിൽ ആരോ ഉണ്ട്. അകത്ത് ആളുണ്ടെങ്കിലും വാതിൽ തുറക്കാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ അവൾ അല്പം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ദേഷ്യവും വന്നു. ഇപ്പോൾ വാതിലിന്റെ ചെറിയ ഗ്യാപ്പിലൂടെ അവൾ അകത്തേക്ക് നോക്കി. അവിടെ എന്തോ ഷാഡോ പോലെ, എന്തോ ഒന്ന് ചലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരോ അകത്ത് നടന്നു പോകുന്നത് പോലെ. ഇത് കണ്ടപ്പോൾ അവൾക്ക് കൂടുതൽ അസ്വസ്ഥത തോന്നി. ഇത്രയും സമയമായി ഞാൻ ഡോർ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ആളുണ്ടെങ്കിൽ പോലും ആരും തുറക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് ചെറിയൊരു നിരാശയോടെ അവൾ തിരിച്ച് സ്വന്തം റൂമിലേക്ക് പോയി വാതിലടച്ചു. പക്ഷെ കൃത്യമായി അവൾ തൻ്റെ റൂമിന്റെ വാതിലടച്ച ഉടനെ മുന്നിലെ 103-ാം ഫ്ലാറ്റിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. ഇപ്പോഴാണോ തുറങ്ങുന്നത്? ഞാൻ ഇത്രയും സമയം തട്ടിയത് കൊണ്ടാകാം അവരിപ്പോൾ തുറന്നത് എന്ന് ചിന്തിച്ച് അവൾ വീണ്ടും അവിടേക്ക് നടന്നു. പക്ഷെ അവിടെ എത്തി നോക്കിയപ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷെ വീടിനുള്ളിൽ മുഴുവനും ഇരുണ്ട അന്തരീക്ഷം, മങ്ങലുള്ള വെളിച്ചം. അതിലും ഭയപ്പെടുത്തിയത് അകത്തൊരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അകത്ത് ഒരാളെയും കാണാനായില്ല. ഒരു മനുഷ്യനുമില്ല. ആരെങ്കിലും വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാകുമോ എന്നവൾ സ്വയം കരുതി തിരിച്ച് സ്വന്തം റൂമിലേക്ക് പോയി. ശേഷം ചായ ഉണ്ടാക്കി ശാന്തമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഒരു ദിവസം രാത്രി 12 മുതൽ 1 മണിക്കിടെ മുന്നിലെ 103-ാം ഫ്ലാറ്റിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ പൂജ ചെയ്യുന്നത് പോലെ, മന്ത്രങ്ങൾ ജപിക്കുന്ന പോലെ, സ്ത്രീകൾ ഒരുമിച്ച് പാടുന്ന പോലുള്ള ശബ്ദങ്ങൾ, കൂടെ തബല പോലുള്ള ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദവും. അനിത ഇപ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ശബ്ദങ്ങൾ അത്രയും വലുതായിരുന്നു. അവൾക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഫ്ലാറ്റുകളിൽ സാധാരണയായി ഒരു വീട്ടിൽ ചെറിയ ശബ്ദം വന്നാലും അടുത്ത ഫ്ലാറ്റിലും താഴത്തെ ഫ്ലാറ്റിലും ഒക്കെ കേൾക്കും. അതുപോലെ ആ മുഴുവൻ ശബ്ദവും അവൾക്ക് വ്യക്തമായി കേൾക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ അവർ ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രങ്ങളുടെ ഭാഷ അത് മലയാളമല്ല, ഹിന്ദിയല്ല, തെലുങ്കല്ല, തമിഴല്ല, മുഴുവനായും പരിചയമില്ലാത്ത മറ്റൊരു വിചിത്രമായ ഭാഷ. അനിത പല സ്റ്റേറ്റിലും താമസിച്ചിട്ടുള്ളവളാണ്. പൂനെ, മുംബൈ, ചെന്നൈ, ആന്ധ്ര, കേരളം. പക്ഷേ അവൾക്ക് ആ ഭാഷ എവിടത്തേതാണെന്ന് പോലും മനസ്സിലായില്ല. അവസാനം അവൾ വിചാരിച്ചു, പോയി പറയാം, ശബ്ദം വളരെ കൂടുതലാണെന്ന്. അങ്ങനെ അവൾ തൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. പുറത്തെത്തി നോക്കിയപ്പോൾ 103-ാം ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ശരി, വാതിൽ തുറന്നിട്ടുണ്ടല്ലോ എന്ന് കരുതി അവൾ അകത്തേക്ക് കയറി. എന്നാൽ അവൾ ആ ഫ്ലാറ്റിനുള്ളിൽ കാല് വെച്ച അതേ നിമിഷം മുഴുവൻ വീടും വീണ്ടും മങ്ങി ഇരുണ്ട അന്തരീക്ഷത്തിലേക്ക് മാറി. അതിലും ഭയപ്പെടുത്തിയത് അവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പൂജാ ശബ്ദങ്ങളും മന്ത്രങ്ങളും പാട്ടുകളും ഒരൊറ്റ നിമിഷത്തിൽ പൂർണ്ണമായി നിശബ്ദമായി.
പെട്ടെന്ന് സ്റ്റണ്ണെന്ന് ഓഫ് ചെയ്ത പോലെ എല്ലാം നിർത്തപ്പെട്ടു. ഞാൻ അകത്ത് കയറിയത് കൊണ്ടാണോ ഇനി അവർ നിർത്തിയത് എന്ന് അനിതയ്ക്ക് തോന്നി. അവൾ അകത്ത് കൂടുതൽ പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അകത്തെ ബെഡ്റൂമിൽ നിന്നും ആരോ നടക്കുന്നത് പോലെ അവൾക്കൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം പതിയെ പതിയെ ആരോ നൃത്തം ചെയ്യുന്ന ഒരു ശബ്ദമായി മാറി. അതും വളരെ വ്യക്തമായി ബെഡ്റൂമിൽ നിന്ന് തന്നെ കേൾക്കാമായിരുന്നു. അനിത പതുക്കെ ആ ശബ്ദം വരുന്ന ബെഡ്റൂമിന്റെ വാതിലിനരികിലേക്ക് നടന്നു. പക്ഷേ അവൾ അകത്ത് കണ്ട കാഴ്ച അവളെ പൂർണ്ണമായി ഞെട്ടിപ്പിച്ചു. ആ റൂമിനുള്ളിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. മുഴുവനായും ഇരുട്ട് മാത്രം. ഇത്രയും നേരം സ്ത്രീകൾ മന്ത്രം ചൊല്ലുന്നത് പോലെ ശബ്ദം കേട്ടല്ലോ, പൂജ നടക്കുന്നത് പോലെയൊക്കെ തോന്നിയല്ലോ, പക്ഷെ അകത്ത് ആരും ഇല്ലല്ലോ. ഇത് മനസ്സിലാക്കിയ നിമിഷം അനിത ഭയത്താൽ വിറയ്ക്കാൻ തുടങ്ങി. ഇത് സാധാരണ കാര്യമല്ല എന്ന് തോന്നിയ അവൾ പതുക്കെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് തിരിഞ്ഞു. പക്ഷെ അവൾ തിരിഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ അതേ നിമിഷം വീണ്ടും ബെഡ്റൂമിനുള്ളിൽ നിന്നും അതേ ശബ്ദം. എങ്കിലും അവൾ ധൈര്യം ചേർത്ത് പതുക്കെ ഹാളിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ ഉടൻ തന്നെ ഹാളിന്റെ ഒരു കോണിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവൾ കണ്ടു. ചുവന്ന സാരി ധരിച്ച് മുഴുവൻ മുടിയും വിടർത്തിയ നിലയിൽ. ആ മുടി അത്രയും നീളമുള്ളതായിരുന്നു, നിലത്തേക്ക് തൊടുന്ന വണ്ണം. കൈകളിൽ നിറയെ വളകൾ, നെറ്റിയിലും തലമുടിയിലും കനത്ത സിന്ദൂരം. അവളുടെ കണ്ണുകൾ അത്യന്തം ഭീകരമായിരുന്നു. അനിത പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ പതിയെ ഭരതനാട്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അനിതയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ആ സ്ത്രീയുടെ കണ്ണുകളായിരുന്നു. ആ കണ്ണുകളിൽ അവൾ കണ്ടത് അസഹനീയമായ കോപം. അത് സാധാരണ കോപമല്ല, അനിതയെ കൊല്ലാൻ ദേഷ്യമുള്ള കോപം പോലെ തോന്നി. ആ കാഴ്ച കണ്ട അനിതയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. വായിൽ നിന്ന് വാക്കുകൾ പോലും പുറത്തു വന്നില്ല. കൈയും കാലും അനങ്ങുന്നു പോലുമില്ല. അങ്ങനെ നിന്ന് അനിത പൂർണ്ണമായും ഷോക്കിലും ട്രോമയിലും പോയി. ആ സ്ത്രീ ഭരതനാട്യം കളിച്ചുകൊണ്ട് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആ സ്ത്രീ നിലത്തേക്ക് വീണു. അതായത് അനിത നിൽക്കുന്ന അവളുടെ മുന്നിൽ തന്നെ നിലത്തേക്ക് വീണു. ഇപ്പോൾ അനിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലായില്ല. ഭയന്ന് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അതേസമയം ആ ഭൂതം പെട്ടെന്ന് അനിതയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കണ്ണുകൾ തുറന്നു. ചുറ്റും പൂർണ്ണമായ നിശബ്ദത. ഇപ്പോൾ ആ ഭൂതം ചിരിക്കാൻ ആരംഭിച്ചു. ആ കാഴ്ച കണ്ട അനിത ഭയന്നുടനെ ആ റൂമിൽ നിന്നും ഓടി പുറത്തേക്ക് പോകുന്നു. നേരെ മെയിൻ ഗേറ്റിന് സമീപം ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും 2 സെക്യൂരിറ്റി ഗാർഡുകൾ അവളുടെ അടുത്തേക്ക് വന്നു. എന്താണ് മാഡം സംഭവിച്ചതെന്ന് ചോദിച്ചു. ഇപ്പോൾ അനിത ഭയന്നുകൊണ്ട് പറഞ്ഞു, ആ റൂമിൽ ആരോ ഉണ്ട്, ഭൂതമോ ഭ്രാന്തിയോ ആരോ ആണ്. ഞാൻ അവരെ കണ്ട് ഭയന്നു പോയി, ദയവായി നിങ്ങൾ ചെന്ന് നോക്കണമെന്നവൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഗാർഡുകൾ പറഞ്ഞു, മാഡം 103-ാം റൂമിൽ ആരുമില്ല, ഇപ്പോഴും ആ റൂമിൽ ആരും കയറിയിട്ടില്ല, നിങ്ങൾക്ക് എന്തോ തെറ്റായി തോന്നിയതായിരിക്കാമെന്ന്. ഇത് കേട്ട് അനിത പൂർണ്ണമായും ഷോക്കായി. അവളുടെ മനസ്സ് തന്നെ പ്രവർത്തിക്കാത്ത അവസ്ഥ. ഞാൻ കണ്ടത് സത്യമാണ്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്നവൾ ആ ഗാർഡുകളോട് വാദിക്കാൻ തുടങ്ങി. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡുകളിൽ ഒരു വയസ്സായ ആൾ അവളെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു, മോളെ നീ കണ്ടത് സത്യമാണ്. ആ ഫ്ലാറ്റിൽ മുൻപൊരു കുടുംബം താമസിച്ചിരുന്നു, അച്ഛൻ, അമ്മ, പിന്നെ ഒരു മകൾ. ആ പെൺകുട്ടിക്ക് ഒരു വലിയ ഡാൻസർ ആകണമെന്നായിരുന്നു സ്വപ്നം. പക്ഷെ അവളുടെ വയസ്സ് 30 കഴിഞ്ഞിരുന്നു. അപ്പോഴും അവൾക്ക് ഡാൻസിനോടായിരുന്നു പാഷൻ. ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ ഡാൻസ് മാത്രം ചെയ്യും എന്ന് പറഞ്ഞവൾ നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർ അവളെ പലപ്പോഴും അടിച്ചും പീഡിപ്പിച്ചും കൊണ്ടിരുന്നു. നീ ജീവിതം മുഴുവനും ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഇരിക്കുമോ, ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമോ എന്ന് പറഞ്ഞ് അവരെ വീട്ടുകാർ നിരന്തരം ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഇങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു വാർത്ത വന്നു, ആ പെൺകുട്ടി മരിച്ചു. പക്ഷെ മരിച്ചതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നും ആർക്കും അറിയില്ല. ചിലർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നു, മറ്റു ചിലർ ആത്മഹത്യയാണെന്നും പറയുന്നു. അവസാനം ആ കുടുംബവും ആ ഫ്ലാറ്റ് വിട്ടു പോയി. അതിനുശേഷം ആ ഫ്ലാറ്റിന്റെ താഴെയും മുന്നിലുമുള്ള വീടുകൾ ആരും എടുക്കാറില്ല. അതുകൊണ്ടാണ് ആ ഫ്ലാറ്റ് വളരെ കുറഞ്ഞ വാടകയ്ക്ക് കൊടുക്കുന്നത്. ഇന്നുവരെയും ആ ഫ്ലാറ്റിന് താഴെ താമസിച്ചിരുന്നവരിൽ നിന്നും മുകളിൽ ആരോ രാത്രി ഡാൻസ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു എന്ന പരാതി നിരന്തരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ റൂമിൽ കയറി ആത്മാവിനെ നേരിൽ കണ്ട ആദ്യ വ്യക്തി നീയാണ് എന്ന് ആ വയസ്സായ ഗാർഡ് അനിതയോട് പറഞ്ഞു. അയാൾ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ വലിയ മന്ത്രവാദികളോ താന്ത്രികരോ അല്ല, ഞങ്ങൾക്കറിയാവുന്നത് മാത്രം ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആ റൂമിന് മുന്നിൽ ഒരു കലത്തിൽ വെള്ളം വച്ചിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ അത് ഞങ്ങളാണ് വച്ചത്. അതിൽ ഗംഗാജലം നിറച്ച് ആ റൂമിന് പുറത്ത് വെച്ചത് ആരും പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കാനാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. ഇനി ഇതിനൊരു സ്ഥിരപരിഹാരം വരണമെങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്യണം. ആ പെൺകുട്ടിയുടെ അന്തിമ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നടത്തണമെന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊന്നിനും പ്രതികരിച്ചിട്ടില്ല. ഇത് കേട്ട് അനിത ഭയന്നുപോയി. ഇതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ആ ഫ്ലാറ്റ് ഒഴിഞ്ഞു.
ഇതാണ് അനിതയ്ക്ക് സംഭവിച്ച റിയൽ ഹൊറർ ഇൻസിഡന്റ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഹൊറർ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള റിയൽ ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനും കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.